അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം. ഇവൻ ഇവിടെ കേറ്റാതിരുന്നാലേ ഈ കല്യാണം നടക്കൂ. എടീ, അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയണമെങ്കിൽ യവൻ തന്നെ വേണം. പറ്റിയ ചെക്കനെ ഒത്തു കിട്ടിയാ പിടിച്ച് കെട്ടിക്കാതെ പിന്നെ ഏത് കൊമ്പത്തെ ആലോചന വരുന്നും പറഞ്ഞാ നിങ്ങൾ നോക്കിയിരിക്കണത്. വരുമടി, ഇവിടെ വരും. ഇല്ലെങ്കിൽ ആ ബ്രോക്കറെ കൊണ്ട് ഞാൻ വരുത്തിക്കുമടി. എനിക്കോ 5 ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാങ്കട്ടയില്ല. പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കം. ഒരു യമണ്ടം വീട്, പുത്തൻ കാറ്, ത്വാന പണം, നല്ലൊരച്ഛൻ, നല്ലൊരമ്മ. അതില്ല. അവൾക്കും പരിപാടി നല്ല ഒന്നാന്തരം ചെറുക്കൻ, നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ളൊരു ചെറുക്കൻ. ഒരുപാട് ആലോചനകൾ വരും. എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും. ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിക്ക് വെക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര. ഈശ്വരാന്ന് വിളിക്കാത്ത പ്രഭു സാറേന്ന് വിളിക്കണോ? ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേഷണി തരുന്നതേ എന്റെ ചേട്ടനാ. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കൊരു ആഗ്രഹമുള്ളൂ. ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കണം. അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി, 2-2.5 പടി ഉയരത്തുള്ളതല്ല, ഒരു 18-18.5 പടി ഉയരത്തിലുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും. അത്രയും വേണ്ട. വേണ്ട.